കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു പരാമർശം സഭയിൽ ഉണ്ടാകുന്നത്. അത് ഉയരക്കുറവിനെ പരിഹസിച്ചുകൊണ്ടായിരുന്നു. പ്രതിപക്ഷത്തെ ഒരു MLA പരിഹസിക്കുന്ന തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ആ ഒരു പരാമർശം ഉണ്ടായത്. അത് തിരുത്തപ്പെട്ടിട്ടില്ല. അത് പേരെടുത്ത് പറഞ്ഞുള്ള ഒരു വിമർശനമായിരുന്നില്ല. വാച്ച് ആൻഡ് വാർഡിനെതിരെ പ്രതിപക്ഷാംഗങ്ങൾ എത്തിയപ്പോൾ അതിൽ ഒരാളെ താൻ കണ്ടുവെന്നും അയാൾ തങ്ങളുടെ നാട്ടിൽ പറയുന്ന ഒരു പരാമർശം വെച്ചിട്ട് അയാളുടെ പൊക്കക്കുറവിനെ ചൂണ്ടി മുഖ്യമന്ത്രി സംസാരിക്കുകയുമാണ് ഇന്നലെ ഉണ്ടായത്. 8 അട്ടിവെച്ചതുപോലെ എന്നൊരു പരാമർശമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായത്. അത് കണ്ണൂർ ഭാഗങ്ങളിൽ പറയുന്നതാണ്. അത് പൊതുവെ പൊക്കം കുറഞ്ഞവരെ കളിയാക്കാൻ ഉപയോഗിക്കുന്നതാണ്. ശാരീരികമായ ഒരു ശേഷിയില്ലെങ്കിലും അയാൾ വാച്ച് ആൻഡ് വാർഡിനെ തടയാൻ പോയി എന്നതാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. ആ പരാമർശത്തിൽ വലിയ പ്രതിഷേധം പ്രതിപക്ഷം ഉയർത്തുന്നു. സമൂഹ മാധ്യമങ്ങളിൽ പ്രതിഷേധമുയരുന്നു. അത് കേട്ടാൽ അത് ഉപയോഗിക്കാൻ പാടില്ലാത്ത പ്രയോഗമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പക്ഷേ അത് തിരുത്തപ്പെടാതെ പോവുകയാണ്. ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട് സഭയിൽ പ്രതിപക്ഷം വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തുകയുണ്ടായി. അക്കാര്യങ്ങൾ സ്പീക്കറുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. നേരത്തെ തന്നെ സ്പീക്കർ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് പ്രേക്ഷകർ ശ്രദ്ധിച്ചിരിക്കും. സ്പീക്കർ കഴിഞ്ഞ ദിവസം ഈ സഭയിൽ പ്രതിപക്ഷം ബഹളം കൂട്ടുന്നതിനെ നോക്കൂ, നിങ്ങൾ ഈ കാണിക്കുന്നത് ഇവിടെ ഗാലറിയിൽ ഇരിക്കുന്ന കുട്ടികൾ കാണുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് ചോദിച്ചത്, ഈ സഭയിൽ മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ളവർ പറയുന്ന കാര്യങ്ങൾ ഈ കുട്ടികൾ കാണുന്നില്ലേ? അപ്പോൾ സഭാനാഥന് അക്കാര്യത്തിൽ പ്രശ്നങ്ങളില്ലേ എന്ന് ചോദിച്ചു. ഇന്ന് അത് തിരുത്തപ്പെടാതെ പോകുമ്പോഴാണ് ആവർത്തിച്ച് അക്കാര്യം പറയേണ്ടി വരുന്നത്. ഇന്ന് മുഖ്യമന്ത്രി പറഞ്ഞതിന് പിന്നാലെ ചിത്തരഞ്ജൻ MLA സമാനമായ നിലയിൽ ഒരു സഭയിലെന്നല്ല ഒരിടത്തും പറഞ്ഞുകൂടാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു മോശം പ്രയോഗം അദ്ദേഹം നടത്തുകയുണ്ടായി. അപ്പോൾ തിരുത്തപ്പെടാതെ പോകുമ്പോഴാണ് ഇത്തരം പരാമർശങ്ങൾ ആവർത്തിക്കുന്നത്. എന്താണ് മുഖ്യമന്ത്രി ഇന്നലെ പറഞ്ഞത് എന്ന് നമുക്കൊന്ന് കേൾക്കാം. എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്. സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? അപ്പോൾ ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് ഈ പരാമർശമാണ്. ഇത് തിരുത്തപ്പെടാതെ പോയി എന്നതാണ് ഏറ്റവും വലിയ തെറ്റ്. തിരുത്തപ്പെടാതെ പോയി എന്നത് മാത്രമല്ല, മുഖ്യമന്ത്രി ഇത് പറയുമ്പോൾ ഭരണപക്ഷ MLA ഉൾപ്പെടെ ഡെസ്കിൽ അടിച്ചുകൊണ്ട് മുഖ്യമന്ത്രിക്ക് പിന്തുണ നൽകുന്നുണ്ടായിരുന്നു, അത് പ്രോത്സാഹിപ്പിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ആ മോശം പരാമർശം മുഖ്യമന്ത്രി ഇതുവരെ തിരുത്തിയിട്ടില്ല. ഒരു വിശദീകരണം അതിൽ നൽകിയിട്ടില്ല. സ്പീക്കർ ഇടപെട്ടിട്ടില്ല. ഇന്ന് PP ചിത്തരഞ്ജൻ സഭയിൽ പ്രതിപക്ഷ പ്രതിഷേധത്തെക്കുറിച്ച് പറയാൻ ഭിന്നശേഷിക്കാരെ വളരെ മോശം പദപ്രയോഗത്തിലൂടെ അപഹസിക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ കൂടി കേൾക്കാം. സാർ, ഈ 2 കഴിവില്ലാത്ത ഒരാള് ചന്തയിലൊരു ഉറുമ്പ് കയറിയാൽ അനുഭവിക്കുന്ന ഒരു ഗതിയിലാണ് സാർ നമ്മുടെ പ്രതിപക്ഷം ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. അപ്പോ ഒരു ഭിന്നശേഷിക്കാരന്റെ ദുരവസ്ഥയെക്കുറിച്ച് സഭയിൽ പറയുകയാണ്. അത് പ്രതിപക്ഷ ബഹളത്തെ ചൂണ്ടിക്കാട്ടാൻ, അവരെ പരിഹസിക്കാൻ വേണ്ടി ഉപയോഗിച്ചതാണ്. അവിടെയും അദ്ദേഹത്തിന്റെ ശരീരഭാഷ നോക്കണം. വളരെ ചിരിച്ചുകൊണ്ട് എന്തോ മഹത്തായ കാര്യം അവതരിപ്പിക്കുന്നത് പോലെയാണ് PP ചിത്തരഞ്ജൻ MLA അക്കാര്യം പറയുന്നത്. അത് തിരുത്തപ്പെടുന്നില്ല. സ്പീക്കർ അത് കേട്ടിരിക്കുകയാണ്. സ്പീക്കറുടെ ഭാഗത്തു നിന്ന് യാതൊരു ഇടപെടലും ഉണ്ടാകുന്നില്ല. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും സ്പീക്കർ തിരുത്തിയില്ല. അതിനുശേഷം തിരുത്തുന്നുണ്ടോ എന്നൊരു വാക്ക് പോലും ചോദിച്ചിട്ടില്ല. ഇന്ന് PP ചിത്തരഞ്ജൻ പറഞ്ഞപ്പോഴും സമാനമായ നിലയാണ് ഉണ്ടായത്. അതിനിടയിൽ പറയാതെ പോകേണ്ടുന്ന ഒരു കാര്യം കൂടിയുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ തനിക്കെതിരെ പ്രതിപക്ഷ നേതാവ് ഉയർത്തിയ ആരോപണത്തെക്കുറിച്ച് സംസാരിച്ചപ്പോൾ ആണത്തം എന്നൊരു വാക്ക് സഭയിൽ പറയുകയുണ്ടായി. അത് ആ രീതിയിൽ പ്രയോഗിക്കാൻ പാടില്ലാത്തൊരു വാക്കാണ്. അദ്ദേഹം പിന്നീട് അത് തിരുത്തി. ആ വാക്ക് താൻ പ്രയോഗിച്ച വാക്ക് തിരുത്തണമെന്ന് പറയുകയും അത് തിരുത്തപ്പെടുകയും ചെയ്തു. അപ്പോൾ ആ ഒരു കറക്റ്റ്നെസ്സിന് കടകംപള്ളി സുരേന്ദ്രൻ തയ്യാറായപ്പോൾ മുഖ്യമന്ത്രി പറഞ്ഞ ഉയരം കുറഞ്ഞവരെ പരാമർശിക്കുന്ന
അല്ലെങ്കിൽ മോശമായി ചിത്രീകരിക്കുന്ന പരാമർശവും PP ചിത്തരഞ്ജൻ അതിനുശേഷം അതിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് പറഞ്ഞ ഭിന്നശേഷിക്കാരുടെ നിസ്സഹായ അവസ്ഥയെ പരിഹസിക്കുന്ന പരാമർശവും അവിടെ തന്നെ നിൽക്കുകയാണ്. എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ സ്പീക്കർ ഇടപെടാത്തത്? സ്പീക്കർ കാഴ്ചക്കാരനായി നിൽക്കുകയാണ്. തന്റെ മുന്നിൽ ഉയരുന്ന ബാനറുകളെ കുറിച്ച് സ്പീക്കറിന് വലിയ ബുദ്ധിമുട്ടുണ്ട്. തന്റെ അവകാശം ലംഘിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ സ്പീക്കർ ശബ്ദമുയർത്തുന്നത് നമ്മൾക്ക് കാണാം. പക്ഷേ മുഖ്യമന്ത്രിയും ഒരു ഭരണപക്ഷ MLAയും നടത്തിയ അങ്ങേയറ്റം ഹീനമായ ഈ ഒരു സമൂഹത്തിൽ പ്രയോഗിക്കാൻ പാടില്ലാത്ത പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആയിട്ടുള്ള ഒരു പരാമർശം, 2 പരാമർശങ്ങൾ മുന്നിൽ നിൽക്കുമ്പോൾ അതിൽ സ്പീക്കർക്ക് ഒന്നും പറയാനില്ല. അദ്ദേഹം തിരുത്തൽ ആവശ്യപ്പെടുന്ന പോലുമില്ല. സഭാരേഖകളിൽ ഇപ്പോഴും ആ വാക്കുകൾ ഉണ്ട്, ആ പരാമർശങ്ങളുണ്ട്. അപ്പോൾ പ്രതിപക്ഷം ഇതിനെതിരെ ഇന്ന് ശക്തമായി രംഗത്ത് വന്നു. സഭാരേഖകളിൽ നിന്നത് നീക്കണമെന്നത് ആവശ്യപ്പെട്ടു, ഇതിന് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടു. VD സതീശൻ സഭയിൽ അക്കാര്യങ്ങൾ ഉന്നയിച്ചു. കേട്ടാലറയ്ക്കുന്ന വാക്കുകൾ ആണ് PP ചിത്തരഞ്ജൻ ആലപ്പുഴ അംഗം ഭിന്നശേഷിക്കാരെ അപമാനിച്ചുകൊണ്ടാണ് സംസാരിച്ചത്. 2 കൈയും ഇല്ലാത്ത ആളുകൾ വേണ്ടാത്തടത്ത് ഉറുമ്പ് കയറിയാൽ എന്തു ചെയ്യും എന്നതുപോലെയാണ് എന്നൊക്കെയുള്ള വളരെ നിലവാരം കുറഞ്ഞ പരാമർശങ്ങൾ നടത്തി. ഇതെല്ലാം ഈ സ്പീക്കർ കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. സ്പീക്കർ അതിലെല്ലാം കൊടപിടിച്ചു കൊടുക്കുകയായിരുന്നു. തെറ്റായ പരാമർശമാണ് നടത്തിയത്. അപ്പോ ഈ പരാമർശങ്ങൾ പിൻവലിക്കപ്പെടുന്നില്ല. ഭരണപക്ഷം കണ്ടെത്തുന്ന ന്യായീകരണം അത് ആരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ളതല്ല എന്നതാണ്. MP രാജേഷിനെ പോലെ ഉള്ളവർ ഉൾപ്പെടെ അതിനെ ന്യായീകരിക്കുകയാണ്, ആരുടെയും പേരെടുത്ത് പറഞ്ഞുകൊണ്ടുള്ളതല്ല എന്ന്. ഭിന്നശേഷിക്കാരായ നിരവധി മനുഷ്യർ നമ്മുടെ സമൂഹത്തിലുണ്ട്. പേരെടുത്ത് പറയാത്ത പരാമർശം ആർക്കെതിരെയാണ്, ആരെ ഉദ്ദേശിച്ചാണ്, അത് അവരെ എങ്ങനെ ബാധിക്കുന്നു തുടങ്ങിയ കാര്യങ്ങളുണ്ടല്ലോ. അതേപോലെ തന്നെയാണ് പൊക്കം കുറഞ്ഞ എത്ര മനുഷ്യരുണ്ട്. അവരെ എല്ലാം ഒന്നിനും കൊള്ളാത്തവരാണ്, ഒരു ശാരീരിക ശേഷിയും ഇല്ലാത്തവരാണ് എന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി അധിക്ഷേപിക്കുകയാണ്. അത് ഒരു സഭാ തലത്തിൽ വരികയാണ്. സഭാ TV അത് എല്ലാവരിലേക്കും എത്തിക്കുകയാണ്. പേരെടുത്ത് പറഞ്ഞിട്ടുള്ള പരാമർശമല്ല എങ്കിൽ ആ പരാമർശം അങ്ങനെ തന്നെ നിൽക്കട്ടെ എന്ന് അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഭരണപക്ഷത്തെ മന്ത്രിമാരും MLAമാരും നിലപാടെടുക്കുന്നതാണ് കണ്ടത്. അപ്പോൾ അടൂർ പ്രകാശ് ഈ വിഷയത്തിൽ പറയുന്നത് മുഖ്യമന്ത്രി വിരിച്ച പാതയിലൂടെയാണ് ഭരണപക്ഷ അംഗങ്ങൾ ഇപ്പോൾ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ആ വിമർശനം ഉന്നയിക്കുന്നത്. സംസ്കാരശൂന്യമായ പ്രതികരണമാണ് ഉണ്ടായതെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തുന്നു. ഇന്ന് നിയമസഭയിൽ നടന്നിട്ടുള്ള ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ വളരെ മോശപ്പെട്ട സംസ്കാരശൂന്യമായ ഭാഷകൾ വിനിയോഗിച്ചുകൊണ്ട് CPMന്റെ MLAമാർ അവിടെ നടത്തി എന്ന് പറയുമ്പോൾ അവരുടെ സംസ്കാരം എത്രമാത്രം ഉണ്ട് എന്നതിനെക്കുറിച്ച് നമുക്കെല്ലാവർക്കും കേരളത്തിലെ ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങളാണ്. മുഖ്യമന്ത്രി ആരെയാണ് ഉദ്ദേശിച്ചത്? അവിടെ കുറേയധികം പ്രതിപക്ഷ MLAമാരുണ്ടായിരുന്നു. വാച്ച് ആൻഡ് വാർഡുമായി അവർ കലഹിക്കുന്നുണ്ടായിരുന്നു. അവരുടെ പ്രതിഷേധം അവരെ പിന്തിരിപ്പിക്കാൻ വാച്ച് ആൻഡ് വാർഡ് ശ്രമിക്കുമ്പോൾ ഉമാ തോമസ് MLA, നജീബ് കാന്തപുരം MLA, അങ്ങനെ തുടങ്ങിയ മനുഷ്യർ അവിടെ ഉണ്ടായിരുന്നു, പ്രതിപക്ഷ അംഗങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ആരെയാണ് ഉദ്ദേശിച്ചത്? പേര് പറയാത്തത് കൊണ്ട് എല്ലാവർക്കും അത് ബാധകമായി ഇരുന്നോട്ടെ എന്നതാണോ ന്യായം? അറിയില്ല. എന്തായാലും അത് തിരുത്തപ്പെടുന്നില്ല. ഈ വിഷയത്തിൽ നജീബ് കാന്തപുരം വളരെ ശക്തമായി ഇന്നലെ പ്രതികരിച്ചതാണ്. ഇന്നും അദ്ദേഹം ഇതിനെതിരെ രംഗത്ത് വന്നു. സഭ കേട്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും നീചമായ പരാമർശം എന്നാണ് നജീബ് കാന്തപുരം ഈ വിഷയത്തിൽ പറയുന്നത്. ഒപ്പം തന്നെ ചിത്തരഞ്ജൻ ഇന്ന് നടത്തിയത് ഭിന്നശേഷിക്കാരായ മനുഷ്യർക്കെതിരെയുള്ള പരാമർശമാണ്. അതിനെതിരെ ഡിഫറൻ്റ്ലി ഏബിൾഡ് കോൺഗ്രസ് രംഗത്ത് വരികയും ന്യൂസ് 18നോട് അവർ സംസാരിച്ചപ്പോൾ വലിയ ശക്തമായ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുകയും ചെയ്തു. ഇന്നലെ നിയമസഭയിൽ ബഹുമാന്യനായ മുഖ്യമന്ത്രി ഒരു MLAക്കെതിരെയാണ് ആ പരാമർശം നടത്തിയതെങ്കിലും കേരളത്തിലെ ഒരുപാട് വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഇതുമായി ബന്ധപ്പെട്ട പ്രതികരണം നടത്തിയപ്പോൾ എന്നെ വിളിക്കുകയുണ്ടായി. അവർ പറഞ്ഞൊരു കാര്യം, മുഖ്യമന്ത്രി സഭക്കകത്ത് പറഞ്ഞത് കേവലം ഒരു MLAയെ മാത്രം ബാധിക്കുന്ന ഒരു വിഷയമല്ല. ഇങ്ങനെ അപമാനിക്കപ്പെടുന്ന അനേകം വ്യക്തികളെ, ചെറുപ്പത്തിൽ ഇത്തരത്തിലുള്ള വേദനാജനകമായ അനുഭവങ്ങളിലൂടെ കടന്നുപോയ എത്രയോ കുട്ടികളുടെ, എത്രയോ സ്ത്രീകളുടെ, പെൺകുട്ടികളുടെ, അവരുടെയൊക്കെ ശാരീരികാവസ്ഥയ്ക്ക് നേരെ ചൂണ്ടിയൊരു വിരലായിട്ടാണ് ഇന്നലെ മുഖ്യമന്ത്രി നടത്തിയ ഒരു പരാമർശത്തെ കാണുന്നത്. ഭിന്നശേഷിക്കാരെ അവഗണിക്കുന്നില്ലേ? ഭിന്നശേഷിക്കാരുടെ പേരിൽ ഇങ്ങനെ മോശമായിട്ട് ഈ പ്രയോഗം പാടില്ലല്ലോ.
അവരെ രണ്ട് കൈയും വയ്യാത്ത ആളിങ്ങനെയാണ് വളരെ മോശമായിട്ടുള്ള പദമല്ലേ പ്രയോഗിച്ചിരിക്കുന്നത്. അതൊരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഒരു MLA, ഒരു ജനനേതാവ് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ് ആ സംഭവം. അപ്പോൾ ഒരിക്കലും പറയാൻ പാടില്ലാത്ത പരാമർശങ്ങളാണ് ഉണ്ടായതെന്നാണ് ഡിഫറൻ്റ്ലി ഏബിൾഡ് കോൺഗ്രസിന്റെ പ്രതിനിധിയും പറയുന്നത്. എന്തായാലും സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി വിമർശനം ഉയരുകയാണ്. കേട്ടാൽ സാമാന്യ ബോധമുള്ള ആർക്കും തെറ്റെന്ന് തോന്നുന്ന പരാമർശമാണ്. പക്ഷേ അത് തിരുത്തപ്പെടുന്നില്ല എന്നുള്ളതാണ്. സ്വമേധയാ തിരുത്തേണ്ടുന്നതാണ്. മുഖ്യമന്ത്രിയായാലും PP ചിത്തരഞ്ജൻ MLA ആയാലും അത് സ്വമേധയാ തിരുത്തേണ്ടുന്നതാണ്. അല്ലെങ്കിൽ സഭാനാഥനായ സ്പീക്കർ ഇടപെട്ട് തിരുത്തേണ്ടതാണ്. സഭാരേഖകളിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതാണ്. അതുണ്ടാകുന്നില്ല. ഇതിൽ വ്യാപകമായി സമൂഹ മാധ്യമങ്ങളിലും പൊതുവെയും വിമർശനങ്ങൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഏതെങ്കിലും ഒരു വ്യക്തിയെ ഉദ്ദേശിച്ചോ അല്ലയോ എന്നുള്ളതല്ല. പൊതുവെ സമൂഹത്തിലെ ഈ രീതിയിൽ കഷ്ടപ്പാടുകൾ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ശാരീരികമായ പ്രത്യേകതകളുള്ള മനുഷ്യരെ എല്ലാം ലക്ഷ്യമിട്ടുള്ള അല്ലെങ്കിൽ അവരെ എല്ലാം അവഹേളിക്കുന്ന തരത്തിലുള്ള പരാമർശമായി അതിനെ കാണാൻ പറ്റുകയുള്ളൂ. അത് തിരുത്തപ്പെടണം എന്നതാണ്. അത് എത്രയും വേഗം തിരുത്തുന്നോ അത്രയും നല്ലത്. ഇതിൽ ചിലർ ഇടതുപക്ഷമായതുകൊണ്ടോ അല്ലെങ്കിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആയതുകൊണ്ടോ ഇതിൽ നിഷ്പക്ഷത പുലർത്തുന്നവർക്കെതിരെ പോലും വിമർശനങ്ങൾ ഉയരുകയാണ്. കാരണം തെറ്റ് ആര് ചെയ്താലും തെറ്റാണ് എന്ന് ചൂണ്ടിക്കാട്ടാനും അത് തിരുത്തേണ്ടതാണെന്ന് ബോധ്യപ്പെടുത്താനും കഴിയണം. അങ്ങനെ മാത്രമേ ഒരു സമൂഹത്തിന് മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ എത്രയും വേഗം ഈ തെറ്റ് തിരുത്തപ്പെടട്ടെ എന്ന് നമുക്ക് ആശിക്കാം. ഒരു ഇടവേളയ്ക്ക് ശേഷം നമുക്ക് തിരിച്ചെത്താം.